നമുക്ക് നേരത്തെ ആണെങ്കിൽ ഒരു കോളേജിൽ നിന്ന് കോളേജിലേക്കുള്ള മാറ്റമൊക്കെ ഇപ്പൊ അങ്ങനെയില്ല. കോളേജിൽ നിന്ന് കോളേജിലേക്കുള്ള മാറ്റം, യൂണിവേഴ്സിറ്റിയിൽ നിന്ന് യൂണിവേഴ്സിറ്റിയിലേക്കുള്ള മാറ്റം, പഠനം നിർത്തിപ്പോയി. അങ്ങനെ സാധ്യതയുണ്ടല്ലോ സാർ, പഠനം നിർത്തിപ്പോയി. ഈ കുട്ടിക്ക് തിരിച്ചു വന്ന് 7 കൊല്ലത്തിനുള്ളിൽ കുട്ടിയുടെ ഈ പഠനം കുട്ടിക്ക് കംപ്ലീറ്റ് ചെയ്യാം. കുട്ടി വിചാരിക്കണം ഈ മേജർ വിഷയം എനിക്ക് ഈ മൈനർ വിഷയങ്ങളിലേക്ക് ഏതെങ്കിലും എൻ്റെ മേജർ മാറ്റണം. അങ്ങനെയാണെങ്കിൽ കുട്ടിക്ക് ഈ 2ാമത്തെ വർഷത്തിന്റെ അവസാനം 3ാമത്തെ സെമസ്റ്റർ തുടങ്ങുന്ന സമയത്ത് താൻ എടുത്തിട്ടുള്ള മൈനറിലേക്ക് തൻ്റെ മേജർ സ്വിച്ച് ഓവർ ചെയ്യാം. ഇതെല്ലാം തന്നെ ഈ ഒരു 4 ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമിന്റെ നോവൽറ്റിയാണ്. ഈ കമ്മിറ്റി റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട്, അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ സർവകലാശാലകൾക്കൊന്നും, ശാംബി മേനോൻ കമ്മിറ്റിയിൽ പറയുന്ന നമ്മുടെ സർവകലാശാലകൾക്ക് അങ്ങനെ ഒരു കരിക്കുലം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അൺഫോർച്ചുനേറ്റ്ലി നോ. എല്ലാവർക്കും ടേണിംഗ് പോയിന്റിലെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് നമ്മുടെ അതിഥിയായിട്ട് എത്തിയിരിക്കുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു വ്യക്തിയാണ്. സാധാരണ നമ്മൾ ഓൺടർപ്രണേഴ്സിനെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യാറ്. പക്ഷേ ഇന്ന് ഈ വർഷം മുതൽ കേരള സർവകലാശാലയുടെ ബിരുദ കോഴ്സുകളെല്ലാം 3 വർഷത്തിൽ നിന്ന് 4 വർഷത്തിലേക്ക് മാറുകയാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്കും അതേപോലെ അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും ഒരുപാട് സംശയങ്ങളുണ്ടാവും. ഇന്ന് ആ സംശയങ്ങളെല്ലാം ദൂരീകരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഇന്ന് നമ്മുടെ അതിഥി ഡോക്ടർ മനോജ് സാറാണ്. അദ്ദേഹം കേരള സർവകലാശാലയുടെ 4 വർഷത്തെ കരിക്കുലം ക്രിയേറ്റ് ചെയ്യുന്ന കമ്മിറ്റിയുടെ കൺവീനറാണ്. അതുമാത്രമല്ല കേരള സർവകലാശാലയുടെ ഒരു സെനറ്റർ അംഗമാണ്. അദ്ദേഹത്തെ ഈ പ്രോഗ്രാമിലേക്ക് ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. സർ, വെൽക്കം. നന്ദി. ഇപ്പോൾ സാർ എവിടെ നിന്നാണ് വരുന്നത്? സാറിൻ്റെ സ്വദേശം, പിന്നെ സാർ വഹിക്കുന്ന സ്ഥാനങ്ങൾ എന്തൊക്കെയാണ്? എൻ്റെ സ്ഥലം കാലടിയിൽ മാണിക്യാമംഗലത്താണ്. ഓക്കെ. മാണിക്യാമംഗലത്ത് സ്കൂളിൽ തന്നെയാണ് ഞാൻ പഠിച്ചത്. ഓക്കെ. ശങ്കര കോളേജിലും ശങ്കര യൂണിവേഴ്സിറ്റിയിലുമായിട്ടായിരുന്നു വിദ്യാഭ്യാസം. ഓക്കെ. 2008 ശങ്കര യൂണിവേഴ്സിറ്റിയിൽ നിന്ന് PhD ചെയ്യുന്നത്. PhD കംപ്ലീറ്റ് ചെയ്ത് 2010 കായംകുളം MSN കോളേജിൽ അധ്യാപകനായിട്ട് ജോയിൻ ചെയ്തു. എന്തിലാണ് PhD സർ നേടിയത്? കേരളത്തിലെ ജൈൻ മതങ്ങളുടെ സെന്ററുകളുമായിട്ട് ബന്ധപ്പെട്ട് ഹിസ്റ്റോറിക്കൽ ജോഗ്രഫി ഓഫ് ദ ജൈൻ സെന്റേഴ്സ് ഇൻ കേരള, ഇതിനകത്തായിരുന്നു PhD. ഓക്കെ. ഇപ്പോൾ വഹിക്കുന്ന സ്ഥാനങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ കായംകുളം MSN കോളേജിലെ ചരിത്ര വിഭാഗം അസോസിയേറ്റ് പ്രൊഫസറാണ്. ഓക്കെ. കേരള യൂണിവേഴ്സിറ്റിയിലെ സെനറ്റ് അംഗമാണ്. അക്കാദമിക് കൗൺസിൽ മെമ്പറാണ്. ഓക്കെ. ഇപ്പോൾ നമ്മുടെ ഈ 4 വർഷത്തെ ബിരുദം, അതിനിപ്പോൾ നമ്മൾ കേരള സർവകലാശാല കൊടുക്കുന്ന പേര് FIUGP, 4 ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം, യൂണിവേഴ്സിറ്റി ഓഫ് കേരള എന്നതാണ്. ശരിക്കും 3 വർഷത്തെ കോഴ്സ് ആയിരുന്നല്ലോ ബിരുദങ്ങളെല്ലാം. എന്തുകൊണ്ടാണ് ഇപ്പൊ 4 വർഷത്തേക്കാക്കി മാറ്റുന്നത്? 3 വർഷത്തെ കോഴ്സ് 4 വർഷത്തേക്ക് നീട്ടുന്ന ഒരു പ്രോഗ്രാം അല്ല 4 ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം. 1. 2, കേരളത്തിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു നാൾവഴികളുണ്ട്. കേരളത്തിലെ ഗവൺമെൻറ് നമ്മുടെ നിലനിൽക്കുന്ന ബിരുദ വിദ്യാഭ്യാസം അതിൻ്റെ ഘടനാപരമായിട്ട് പരിഷ്കരിക്കണമെന്ന് തീരുമാനിച്ചു. എൻ്റെ ഭാഗമായിട്ടാണ് ശാംബി മേനോൻ കമ്മിറ്റിയെ നിയോഗിച്ചത്. റിഫോംസ് ഇൻ ഹയർ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന കമ്മിറ്റിയുടെ തലവനായിരുന്നു, അതിൻ്റെ ചെയർമാനായിരുന്നു ശാംബി മേനോൻ. പരിണിത പ്രജ്ഞനായിട്ടുള്ള അക്കാദമിഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഈ കമ്മിറ്റി മാത്രമല്ല കേരള ഗവൺമെൻറ് തീരുമാനിച്ചത്. നിലനിൽക്കുന്ന സർവകലാശാല നിയമങ്ങൾ പരിഷ്കരിക്കുക, നിലനിൽക്കുന്ന പരീക്ഷാ സംവിധാനം പരിഷ്കരിക്കുക, ഇതിനു വേണ്ടിയിട്ട് ഒരു 3 കമ്മിറ്റിയെ തീരുമാനിച്ചു. 2022 ഈ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചു. ഈ കമ്മിറ്റിയെ ബേസ് ചെയ്തുകൊണ്ടാണ് കേരളത്തിലെ സർവകലാശാലകളിലെ ഇപ്പോൾ നിലനിൽക്കുന്ന ബിരുദ വിദ്യാഭ്യാസം പരിഷ്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മറ്റു കമ്മിറ്റികൾ സർവകലാശാല തലത്തിൽ തീരുമാനിച്ചത്. ഇപ്പോൾ കേരളത്തിലെ മുഴുവൻ സർവകലാശാലകളിലും ഈ കോഴ്സ് മാറ്റം വരാൻ പോകുന്നു. കേരളത്തിലെ മുഴുവൻ സർവകലാശാലയിലും മുഴുവൻ ക്യാമ്പസിലും വരുന്ന ജൂലൈ 1 ഇതൊരു വലിയ മാതൃക മാറ്റാണ്, ഒരു പാരഡൈം ഷിഫ്റ്റ് ആണ്. അപ്പോൾ ജൂലൈ 1 മുതൽ നമുക്കപ്പോൾ കൃത്യമായിട്ട് ഇപ്പോൾ ടൈം ടേബിൾ വെച്ചുകൊണ്ട് തന്നെ പറയാൻ പറ്റും. ഇപ്പോൾ കേരള സർവകലാശാലയിലാണെങ്കിൽ മെയ് 16 നമ്മുടെ അഡ്മിഷൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു. അതിൻ്റെ ക്യാപ് പോർട്ടൽ SLCM വഴി എൻ്റെ കുട്ടികൾ അപേക്ഷ കൊടുത്തു തുടങ്ങി. അതിൻ്റെ ജൂൺ 13 ആകുമ്പോഴേക്കും നമ്മുടെ ആദ്യത്തെ ട്രയൽ അലോട്ട്മെൻറ്റ് വരും. ജൂൺ 15 നമ്മളുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരും.
ജൂൺ 29 ആകുമ്പോഴേക്കും അഡ്മിഷൻ അതിൻ്റെ ഫസ്റ്റ് ലെവലിൽ ക്ലോസ് ചെയ്യപ്പെടും. തീർച്ചയായിട്ടും ജൂലൈ 1 എല്ലാ ക്യാമ്പസിലും, ഞാൻ പറഞ്ഞത് ഇപ്പോൾ കേരള സർവകലാശാല മാത്രമല്ല, മറ്റ് സർവകലാശാലയായിട്ട് നമുക്ക് ഇതിൻ്റെ ഭാഗമായിട്ട് വലിയ ബന്ധമുണ്ട്. എല്ലാ സർവകലാശാലയിലെ എല്ലാ ക്യാമ്പസിലും ജൂലൈ 1 തീയതി മുതൽ ഈ 4 വർഷ ബിരുദ ക്ലാസ് ആരംഭിക്കുകയാണ്, തുടങ്ങുകയാണ്. പുതിയൊരു ചരിത്രമാണ്. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും, ഈ ടൈം ടേബിൾ വെച്ചുകൊണ്ട് തന്നെ പറയാൻ പറ്റും എല്ലാ സ്ഥലത്തും. അപ്പോൾ നമ്മുടെ കുട്ടികൾ, നമ്മുടെ രക്ഷിതാക്കളൊക്കെ പ്രധാനമായിട്ടും ഫേസ് ചെയ്യുന്ന ഒരു കാര്യം, എപ്പോൾ ക്ലാസ് തുടങ്ങും, എപ്പോൾ പരീക്ഷ നടത്തും, അല്ലെങ്കിൽ ഫുൾ ടൈം പരീക്ഷയാണോ, ക്ലാസ്സുകളില്ലേ എന്നുള്ളതാണ്. ഇതങ്ങനെയല്ല. ഇനി നമുക്ക് കൃത്യമായിട്ട് 18 ആഴ്ച നമ്മൾ തീരുമാനിക്കുകയാണ്. അതിനകത്ത് 15 ആഴ്ച നമ്മുടെ കരിക്കുലം ട്രാൻസാക്ഷനാണ്, കരിക്കുലം ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സമയമാണ്. ബാക്കി 3 ആഴ്ച കുട്ടികളുടെ എക്സാം നടത്താൻ, കുട്ടികളുടെ റിസൾട്ട് വരാൻ. അപ്പോൾ പരീക്ഷ കഴിഞ്ഞാൽ 3 ആഴ്ചക്കുള്ളിൽ കുട്ടിക്ക് റിസൾട്ട് കിട്ടുക. അപ്പോൾ നമുക്ക് അനന്തമായിട്ട് കാത്തിരിക്കുന്ന സമയം ഇതിനകത്ത് വരുന്നില്ല. അപ്പോൾ ഇങ്ങനെ 4 വർഷ ഡിഗ്രിക്ക് ഇങ്ങനെ ഒരു ചരിത്രം ഉണ്ടെന്നാണ് പറഞ്ഞു വരുന്നത്. ഇപ്പോൾ ശാംബി മേനോൻ കമ്മിറ്റി തന്നെ ഇതിനകത്ത് വിലയിരുത്തുന്ന 2-3 കാര്യങ്ങളുണ്ട് ഈ 4 വർഷ ഡിഗ്രിയായിട്ട് ബന്ധപ്പെട്ട്. അതിലൊന്ന്, നമ്മുടെ കേരളത്തിൻ്റെ പുറത്തേക്ക് അല്ലെങ്കിൽ ഇന്ത്യയുടെ പുറത്തേക്കൊക്കെ പോകുന്ന സമയത്ത് അവിടത്തേക്ക് ഡിഗ്രി കോഴ്സുകൾ ഇൻഡിപെൻഡൻറ്റ് ഡിഗ്രി കോഴ്സുകളാണ്. അപ്പം നമ്മുടെ ബിരുദ കോഴ്സുകൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ തന്നെ ഒരു PG കോഴ്സിന് ചേരാനുള്ള പ്രീ റിക്വസിറ്റ് കോഴ്സ് പോലെയാണ്. ഇപ്പം നിലനിൽക്കുന്നതാണ് ഈ നമുക്ക് CBCSS, നമ്മുടെ ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് ആൻഡ് സെമസ്റ്റർ സിസ്റ്റം. അപ്പോൾ നേരത്തെ ചോയ്സ് ബേസ് എന്ന് പറയുമ്പോൾ ഈ കുട്ടികൾക്ക് എനിക്കൊന്നും അറിയില്ല. ഇല്ല അതെങ്ങനെയാ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? അപ്പോൾ ഈ ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് ആൻഡ് സെമസ്റ്റർ സിസ്റ്റത്തിലുള്ള നമ്മുടെ ഡിഗ്രി സമ്പ്രദായത്തിൽ കുട്ടികൾക്ക് 120 ക്രെഡിറ്റ് വേണമായിരുന്നു അവർക്കിടെ ഡിഗ്രി ലഭിക്കാൻ. 6 സെമസ്റ്ററും കൂടി 120 ക്രെഡിറ്റ്. അപ്പോൾ ഈ 120 ക്രെഡിറ്റ് കുട്ടി 6 സെമസ്റ്ററിലും കൂടി അക്യൂർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഡിഗ്രി കിട്ടുമായിരുന്നു. അപ്പം ആ 2 വാക്ക് പ്രധാനപ്പെട്ടതാണ്. സത്യത്തിൽ നമ്മുടെ കുട്ടികൾക്ക് ക്രെഡിറ്റ് എന്താണെന്നോ അല്ലെങ്കിൽ അവർക്ക് ഈ സമയത്ത് ചോയ്സ് എന്താണോ ഉണ്ടായിരുന്നോ എന്നുള്ളൊരു സംശയമാണ്. ചോയ്സ് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവമാണ്. ചോയ്സ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിനകത്തേക്ക് വരുമ്പോഴേക്കും കുട്ടിക്ക് കൃത്യമായ ഫ്ലെക്സിബിലിറ്റി വരാണ്. കുട്ടി വിഷയം തിരഞ്ഞെടുക്കുകയാണ്. ഇപ്പം നമ്മൾ പറയുന്നു, ഇപ്പോൾ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഒരു വിഷയത്തിന്, മുഖ്യ വിഷയത്തിന് നമ്മൾ പറയുന്നത് മേജർ എന്നാണ്, മുഖ്യ വിഷയത്തിന്. അപ്പോൾ ഈ ശാംബി മേനോൻ കമ്മിറ്റിയിൽ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ ഈ കോർ വിഷയം, നമ്മൾ നേരത്തെ പറഞ്ഞ കോർ വിഷയമാണ് നമ്മൾ ഈ മേജർ എന്ന് പറയുന്നത്. കോർ വിഷയങ്ങളിൽ കുട്ടിക്ക് കോമ്പിറ്റൻസി കുറഞ്ഞു വരുന്നു. അപ്പോൾ ആ കോർ വിഷയങ്ങൾക്ക് കോമ്പിറ്റൻസി വർദ്ധിപ്പിക്കണം. ഒരു കാര്യമാണ് ശാംബി മേനോൻ കമ്മിറ്റി ചൂണ്ടിക്കാണിച്ച്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ കുട്ടി നമ്മുടെ കേരളത്തിനകത്ത് നിലനിൽക്കുമ്പോൾ ഒരു നോളജ് സൊസൈറ്റി ആയിട്ട് കേരളത്തെ മാറ്റുക. അപ്പോൾ കേരളത്തിൽ ഇപ്പോൾ 2018 ഒരു വെള്ളപ്പൊക്കം വന്നത് നമുക്കറിയാം. നമ്മുടെ ഇവിടെയെല്ലാം മുങ്ങിക്കിടന്ന ഒരു വെള്ളപ്പൊക്കം. 2019 വീണ്ടും ഒരു വെള്ളപ്പൊക്കത്തിൻ്റെ ചില ലക്ഷണങ്ങൾ നമ്മൾ കണ്ടു, സാധ്യതകൾ കണ്ടു. 2020 നമ്മളെ എല്ലാവരെയും വീടുകളിലേക്കൊക്കെ തളച്ചിട്ട കോവിഡ് എപ്പിഡമിക് വരുന്നത്. അപ്പോൾ ഇതിനെയൊക്കെ നേരിടാൻ പാകത്തിനുള്ള ഒരു നോളജ് സൊസൈറ്റി ആയിട്ട് നമ്മുടെ വിദ്യാഭ്യാസ രംഗം നമ്മൾ മാറിയിട്ടുണ്ടോ? അല്ലെങ്കിൽ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കുട്ടിയുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടാണോ? അവിടെയാണ് നമ്മൾ ഈ ചോയ്സിൻ്റെ കാര്യമൊക്കെ വരുന്നത്. കുട്ടിക്ക് പഠിക്കുന്ന അവരുടെ ലൈഫ് സ്കില്ലുമായിട്ട് ബന്ധപ്പെട്ടാണോ? അപ്പോൾ നമ്മുടെ ഇതിനകത്ത് തന്നെ പറയുന്ന ഒരു 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ സാറ് തന്നെ ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ ഇപ്പോൾ പബ്ലിക് എഡ്യൂക്കേഷൻ ആണെങ്കിൽ അവിടേക്കുള്ള എൻറോൾമെൻറ്റ് റേഷ്യോ എന്ന് പറയുന്നത് കേരളത്തിൽ 100%. 100%. പക്ഷേ ഹയർ എഡ്യൂക്കേഷൻ രംഗത്ത് ഇത് പരിശോധിക്കുന്ന സമയത്ത് ഏതാണ്ട് 43%. ഇനിയും പുറത്തേക്ക് കുട്ടികൾ പോകുന്നുണ്ട്, മറ്റ് സ്റ്റേറ്റിലേക്ക്, മറ്റ് രാജ്യങ്ങളിലേക്ക് പോകും. അതെല്ലാം കൂടി ചേർത്ത് എടുത്താൽ ഏതാണ്ട് 50% ഉള്ളൂ. അപ്പോൾ ഈ ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിലേക്ക് അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്തേക്ക് കടന്നു വരുന്ന കുട്ടികളുടെ എണ്ണം വർദ്ധിപ്പിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കോർ വിഷയങ്ങളിൽ, മേജർ വിഷയങ്ങളിൽ കോമ്പിറ്റൻസി വർദ്ധിപ്പിക്കുക. മറ്റു രാജ്യങ്ങളിൽ നിലനിൽക്കുന്നത് പോലെ തന്നെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഈ കോഴ്സുകൾ മാറുക, ബിരുദ കോഴ്സുകൾ. അല്ലാതെ ബിരുദാനന്തര ബിരുദം പഠിക്കാനുള്ള ഒരു പ്രീ റിക്വസിറ്റ് കോഴ്സല്ല. ഇതോടൊപ്പം തന്നെ ബിൽഡിംഗ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ ദ നോളജ് ആൻഡ് ദ സ്കിൽ. രണ്ടും ഡിഫറെൻ്റ്. അതാണ് പ്രധാനപ്പെട്ട ഒരു നൈപുണ്യ വികസനം പ്രധാനപ്പെട്ടതാണ്. അവർക്ക് ജോലി കിട്ടണം. നോളജ് ഒരു അക്കാദമിക് സൊസൈറ്റി ആയിട്ട്, നോളജ് കമ്മ്യൂണിറ്റി ആയിട്ട് മാറുന്ന സമയത്ത് തന്നെ സ്കില്ലും കൂടി കുട്ടിക്ക് കിട്ടാൻ വേണ്ടി കഴിയണം. ഈ ഒരു ഉദ്ദേശങ്ങൾ വെച്ചുകൊണ്ടാണ് ശാംബി മേനോൻ കമ്മിറ്റി അതിൻ്റെ റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. പ്രൊഫസർ സുരേഷ് ദാസ് അദ്ദേഹമായിരുന്നു ഈ കരിക്കുലം കമ്മിറ്റിയുടെ കൺവീനർ. നമ്മളുടെ മൊത്തം സർവകലാശാല
സർവകലാശാലയ്ക്കും വേണ്ടിയിട്ട് ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലാണ് ഈ കരിക്കുലം കമ്മിറ്റീനെ, എൻ്റെ ഒരു നോഡൽ ഏജൻസി ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലായിരുന്നു, ഉന്നത വിദ്യാഭ്യാസ കൗൺസിലായിരുന്നു. അപ്പോൾ ആ കമ്മിറ്റിയുടെ തലവൻ എന്ന് പറയുന്നത് പ്രൊഫസർ സുരേഷ് ദാസ് ആയിരുന്നു. അപ്പോൾ അദ്ദേഹം സമർപ്പിച്ച റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ സർവകലാശാലകൾ വിവിധ കമ്മിറ്റികൾ, അപ്പോൾ അത് MG സർവകലാശാലയിൽ MGUGP എന്നാണ് അറിയപ്പെടുക, കാലിക്കറ്റ് സർവകലാശാലയിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, കേരള സർവകലാശാലയിൽ FIUGP യൂണിവേഴ്സിറ്റി ഓഫ് കേരള. ഇതാണ് ഇപ്പോഴത്തെ പ്രോഗ്രാം. അപ്പോൾ ഇത് ഇനിയിപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു നിർത്തിയതുപോലെ ജൂലൈ 1 നമ്മൾ ക്ലാസ് ആരംഭിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ 4 വർഷത്തെ ഒരു കോഴ്സ് കഴിഞ്ഞ് ഒരു വിദ്യാർത്ഥി ഇറങ്ങുമ്പോൾ ശരിക്കും ഒരു സ്കിൽഫുൾ ആയിട്ടുള്ള ഒരാൾ, ഒരു പ്രായോഗിക വിദ്യാഭ്യാസം കിട്ടിയിട്ടും ലൈഫിനെ കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടും കൂടിയാണ് ഇറങ്ങാൻ പോകുന്നതാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ശരിക്കും ഇപ്പൊ പാരന്റ്സിനുള്ള സംശയം അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്കുള്ള സംശയം, ലൈഫ് ഈസ് സോ ഫാസ്റ്റ് ആണ് ഇപ്പോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സമയം എത്രത്തോളം കുറയ്ക്കാൻ കഴിയുമെന്നാണ് ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ സാറിനോട് സംസാരിച്ച വ്യക്തി നോക്കുമ്പോൾ ഇവിടെ സമയമൊന്നും മാറ്റം വരുന്നില്ല. എങ്കിൽ പോലും നമ്മുടെ പാരന്റ്സിന്റെയും വിദ്യാർത്ഥികളുടെയും ഒരു അറിവിലേക്കായിട്ട് ഈ 3 വർഷത്തെ കോഴ്സ് 4 വർഷം, 1 വർഷം കൂടുകയാണ്. അപ്പൊ എങ്ങനെയാണ് ഇത് അവരെ നമുക്ക് കൺവിൻസ് ചെയ്യാൻ കഴിയുക? ഇത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. 3 വർഷത്തെ കോഴ്സ് 4 വർഷത്തേക്ക് സത്യത്തിൽ നീളുന്നില്ല എന്നുള്ളതാണ്. നമുക്ക് 3 വർഷം കൊണ്ട് തന്നെ ഡിഗ്രി എടുക്കാം. ഇത് UGC ഇതിനകത്തൊരു നിർദ്ദേശം വന്ന സമയത്ത് UGC പറഞ്ഞത്, പിന്നെ അതിനൊരു നാഷണൽ കരിക്കുലം ഫ്രെയിം വർക്ക് വരുന്നുണ്ട് UGCയുടെ. അപ്പോൾ അതിനകത്ത് പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത്, പിന്നെ 1 വർഷം കുട്ടി പഠിച്ചു കഴിഞ്ഞിട്ട് കുട്ടിക്ക് വേണമെങ്കിൽ പുറത്തേക്ക് ഇറങ്ങാം. അപ്പോൾ ഫസ്റ്റ് ഇയർ കഴിഞ്ഞിട്ടുള്ള എക്സിറ്റ് പോയിന്റ്, ആ എക്സിറ്റ് പോയിന്റിൽ കുട്ടിക്ക് ഒരു സർട്ടിഫിക്കറ്റ്, ഒരു കോഴ്സ് സർട്ടിഫിക്കറ്റ് കൊടുക്കും. 2 വർഷം കഴിയുമ്പോൾ കുട്ടിക്ക് പുറത്തേക്ക് പോകാം. അവിടെ കുട്ടിക്ക് ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് കൊടുക്കും. പക്ഷെ കേരളത്തിൽ നമ്മളിത് നടപ്പിലാക്കുന്ന സമയത്ത് നമ്മൾ 3 വർഷം കഴിഞ്ഞിട്ടാണ് കുട്ടി പുറത്തേക്ക് വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ബിരുദ സർട്ടിഫിക്കറ്റ് കൊടുക്കുക, ഈ ബിരുദ സർട്ടിഫിക്കറ്റ്. അപ്പോൾ ഈ ബിരുദം എന്ന് പറയുന്നത് 133 ക്രെഡിറ്റ് ആണ് നമ്മൾ ഈ ബിരുദത്തിന് വെച്ചത്. അതിൻ്റെ മിനിമം ക്രെഡിറ്റ് ആണ് കേട്ടോ. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ 120 ക്രെഡിറ്റ് ആണെന്ന് പറഞ്ഞു. ഇപ്പം നമ്മൾ ഈ കുട്ടിയോട് പറയുന്നത് ഈ ക്രെഡിറ്റ് എന്താണ് നമ്മൾ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുക. ഇപ്പം ഞാൻ കോളേജിൽ മറ്റേ +2 സ്കൂളിലൊക്കെ തന്നെ ക്ലാസ് എടുക്കാൻ വേണ്ടി പോയിരുന്നു. അപ്പോൾ കുട്ടി തന്നെ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, എന്താണ് ക്രെഡിറ്റ്? അപ്പോൾ നമ്മുടെ ഒരു ഡിസിപ്ലിൻ, ഇപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പോൾ നമ്മുടെ ഇതിനകത്ത് തന്നെ ഈ പ്രോഗ്രാമിൽ തന്നെ നമ്മൾ ഇതിനെ FIUGP എന്നല്ലേ പറയുന്നത്, അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമാണ്. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് പിന്നെ 4 ക്രെഡിറ്റുള്ള കോഴ്സ് ഉണ്ട്. അപ്പോൾ കുട്ടിക്ക് എന്നാ 4 ക്രെഡിറ്റുള്ള കോഴ്സ്. ഈ 4 ക്രെഡിറ്റുള്ള കോഴ്സാണെങ്കിൽ ഒരാഴ്ചയിൽ ആ കോഴ്സിന് 4 മണിക്കൂറായിരിക്കും ട്യൂട്ടോറിയൽ ലെക്ചർ അവർ ക്ലാസ്. അതായത് 1 ലെക്ചർ അവർ എന്ന് പറയുന്നത് 1 ക്രെഡിറ്റ് അവർ ആണ്. ഇനി അതൊരു സെമസ്റ്ററിലാണെങ്കിൽ അത് 60 മണിക്കൂർ ഉണ്ടാവും. ഇനി ഇത് പ്രാക്ടിക്കലാണെന്ന് കരുതിക്കോ, 1 ക്രെഡിറ്റ് അവറിന് 2 പ്രാക്ടിക്കൽ ക്ലാസ് അറ്റൻഡ് ചെയ്യണം. ഇതാണ് അപ്പോൾ കുട്ടിക്ക് നമ്മൾ പറയാം. അപ്പോൾ ഇതൊരു അക്കാദമിക് യൂണിറ്റാണ്, നമ്മൾ കോഴ്സിനെ അളക്കുന്ന അക്കാദമിക് യൂണിറ്റാണ്. അപ്പോൾ അങ്ങനെ 130, അപ്പോൾ 3 ക്രെഡിറ്റിൻ്റെ കോഴ്സ് ഉണ്ട്. അപ്പോൾ ആണെങ്കിൽ 3 അവർ ആയിരിക്കും ആഴ്ചയിൽ, അത് 45 മണിക്കൂറായിരിക്കും ഒരു സെമസ്റ്റർ. അല്ലെങ്കിൽ ഈ കുട്ടിക്ക് 2 ക്രെഡിറ്റിൻ്റെ പിന്നെ ഇന്റേൺഷിപ്പ് ഉണ്ട്. ഈ 2ാമത്തെ വർഷത്തിൻ്റെ അവസാനം ഇന്റേൺഷിപ്പ് ഉണ്ട്. അതും നമ്മൾ നേരത്തെ പറഞ്ഞ ഈ തൊഴിൽ പരിശീലനമായിട്ട് ബന്ധപ്പെട്ട. അപ്പോൾ ഈ തരത്തിൽ ഇതിൻ്റെ ഒരു ക്രെഡിറ്റ് സ്ട്രക്ചറിനെ നോക്കുന്ന സമയത്ത് 133 ക്രെഡിറ്റിൻ്റെ ഡിഗ്രി 3 വർഷം കൊണ്ട്. ഇനി നേരത്തെ സാറ് ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഈ സമയം 4 കൊല്ലത്തേക്ക് നീട്ടുന്നു. ഈ 133 ക്രെഡിറ്റ് മിനിമം ക്രെഡിറ്റ് കുട്ടിക്ക് വേണമെങ്കിൽ മിടുക്കരായിട്ടുള്ള കുട്ടികൾക്ക് 2.5 വർഷം കൊണ്ട് അച്ചീവ് ചെയ്യാം. അത്ര എളുപ്പമായിട്ട് 2.5 വർഷം കൊണ്ട് എടുക്കാം. അപ്പോൾ എങ്ങനെ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടിക്ക് വേണമെങ്കിൽ ഒരു സെമസ്റ്ററിൽ എക്സ്ട്രാ ക്രെഡിറ്റ് എടുക്കാം. എക്സ്ട്രാ ക്രെഡിറ്റ് അങ്ങനെ അതിന് വളരെ കൃത്യമായിട്ട് ഓപ്ഷൻസ് ഉണ്ട്, ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. കുട്ടിക്ക് അത് കൃത്യമായിട്ട് അങ്ങനെ ഏതെങ്കിലും ഒരു ഓൺലൈൻ പോർട്ടലിൽ ചെന്നിട്ട് എക്സ്ട്രാ ക്രെഡിറ്റ് പറ്റത്തില്ല. യൂണിവേഴ്സിറ്റി അംഗീകരിച്ച ഓൺലൈൻ പോർട്ടലിൽ നിന്ന് എക്സ്ട്രാ ക്രെഡിറ്റ് എടുക്കാം. ഇപ്പോഴത്തെ ഈ ക്രെഡിറ്റ് എടുക്കുക എന്ന് പറയുന്നത് ആ ക്രെഡിറ്റ് ഡെപ്പോസിറ്റ് ചെയ്യാൻ ഒരു സംവിധാനം കൂടി വരിക. തീർച്ചയായിട്ടും അതിനകത്ത് അത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പം അക്കാദമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ് വരാം, ABC എന്ന് പറയും. അപ്പോൾ ഈ കുട്ടി ഇനിയും അഡ്മിഷൻ എടുക്കാൻ വേണ്ടി ചെല്ലുന്ന സമയത്ത് കുട്ടിക്ക് ഒരു ABC അക്കൗണ്ട് ഉണ്ടാവും. ABC അക്കൗണ്ട് കുട്ടി ഒരു അബാർ ID എന്ന് പറഞ്ഞിട്ട്, നമ്മൾ ഈ ആധാർ കാർഡ് പോലെ തന്നെ ഈ അബാർ ID എടുക്കാൻ വേണ്ടി അക്ഷയ സെൻറ്ററിൽ പോയാൽ മതി. ഏതാണ്ട് പിന്നെ 2.5-3 ലക്ഷം കുട്ടികൾ ഇപ്പം തന്നെ അബാർ ID എടുത്തു കഴിഞ്ഞു.
ഒരു റെക്കഗ്നൈസ്ഡ് ഫോൺ നമ്പറും കുട്ടിയുടെ പേരൻറ്റിൻ്റെ കൺസെൻറ്റും ആധാർ ഐ ഡി ഉണ്ടെങ്കിൽ ഈ ആധാർ ഐ ഡി എടുക്കാം. ഈ ഐ ഡി വേണം, കാരണം ഈ ഐ ഡി വെച്ചുകൊണ്ടാണ് കുട്ടിയുടെ അക്കൗണ്ട് വരുന്നത്. ഇനി അതിനകത്തേക്ക് എല്ലാ കുട്ടിയുടെ സ്കോളർഷിപ്പോ കുട്ടിയുടെ അച്ചീവ്മെൻറ്റ് എല്ലാം ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുക. ഈ അക്കൗണ്ടിലേക്കാണ് കുട്ടിയുടെ കോളേജിൽ നിന്ന് ഇത് ക്രെഡിറ്റ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. അപ്പോൾ കുട്ടിക്ക് ക്രെഡിറ്റ് എന്താണെന്ന് അറിയാം. ഇനി അവിടെ കുട്ടിക്ക് ചോയ്സ് ഉണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ 133 ക്രെഡിറ്റ് മിനിമം ക്രെഡിറ്റ് കൊണ്ട് കുട്ടിക്ക് 2.5 വർഷം കൊണ്ട് വേണമെങ്കിൽ ഡിഗ്രി എടുക്കാം. ഇനി സാറ് ചോദിച്ച രണ്ടാമത്തെ ചോദ്യമാണ് 4ാമത്തെ കൊല്ലം. 4ാമത്തെ കൊല്ലത്തിലേക്ക് കടക്കുന്ന സമയത്തുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് 4ാമത്തെ കൊല്ലം ഈ കോഴ്സിൻ്റെ ഒരു പാത്വേ പറഞ്ഞു കഴിഞ്ഞാൽ 3 ബ്രോഡായിട്ടുള്ള പാത്വേ. 3 പാത്വേ ഇതിൻ്റെ ഒരു ബ്രോഡായിട്ടുള്ള ഇതിൻ്റെ ഒരു വഴിത്താര. അപ്പോൾ ആദ്യം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ ഓണേഴ്സ് വിത്ത് റിസർച്ച്. അപ്പോൾ ഓണേഴ്സ് വിത്ത് റിസർച്ചിൽ കുട്ടി ഈ 6 സെമസ്റ്ററും 75% മാർക്ക് മേടിച്ച് കഴിഞ്ഞാൽ കുട്ടിക്ക് ഓണേഴ്സ് വിത്ത് റിസർച്ചിന് ചേരാം. അവിടെ കുട്ടി 12 ക്രെഡിറ്റിൻ്റെ ഒരു റിസർച്ച് പ്രൊജക്റ്റ് ചെയ്യണം. പക്ക റിസർച്ച്, വളരെ കൃത്യമായിട്ടുള്ള കുട്ടിയുടെ ഗവേഷണ അഭിരുചി വർദ്ധിപ്പിക്കുന്ന ഒരു റിസർച്ച് സൂപ്പർവൈസറിൻ്റെ കൂടെ ഒരു 12 ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ നേരത്തെ ക്രെഡിറ്റ് എന്താണെന്ന് പറഞ്ഞു. അതപ്പോൾ ഈ 4ാമത്തെ വർഷം ഓണേഴ്സ് വിത്ത് റിസർച്ച് എന്ന് പറഞ്ഞാൽ ഒരു പാത്വേ ഉണ്ട്. അപ്പോൾ ഓണേഴ്സ് വിത്ത് റിസർച്ച് എടുക്കുന്ന ഒരു കുട്ടിക്ക്, ഇവിടെയാണ് നമ്മുടെ പേരൻറ്റിനോട് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്, ഓണേഴ്സ് വിത്ത് റിസർച്ച് എടുക്കുന്ന കുട്ടി 4 കൊല്ലം അല്ലെങ്കിൽ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ 2.5 വർഷം എന്ന് പറഞ്ഞ പോലെ ഇത് 3.5 വർഷം കൊണ്ട് കുട്ടിക്ക് കംപ്ലീറ്റ് ചെയ്യാം. അവിടെ ഈ കുട്ടിക്ക് നേരെ എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരിട്ട് PhDക്ക് ജോയിൻ ചെയ്യാം. അവിടെ PG വേണ്ട. 3.5 വർഷം കഴിഞ്ഞാൽ അവിടെ 2 കൊല്ലം നമ്മൾ PG എന്ന് പറയുന്നത് ലാഭമാണ് വരുന്നത്. ഓണേഴ്സ് വിത്ത് റിസർച്ച് ചെയ്യുന്ന ഒരു കുട്ടിക്ക് നേരിട്ട് PGക്ക് ജോയിൻ ചെയ്യാം, അല്ല PhDക്ക് ജോയിൻ ചെയ്യാം, റിസർച്ചിന് ജോയിൻ ചെയ്യാം. മാത്രമല്ല UGC പറയുന്ന അവർക്ക് നെറ്റ് പരീക്ഷ എഴുതാം. അപ്പോൾ അവർ നെറ്റ് പരീക്ഷ എഴുതാനുള്ള യോഗ്യതയും കൂടി ഈ സമയത്ത് കരസ്ഥമാക്കണം. ഇനിയിപ്പോൾ അപ്പോൾ അതിന് 75% മാർക്ക് നമ്മൾ ഈ 6 സെമസ്റ്ററിൽ കൂടി മേടിച്ചിരിക്കണം. അങ്ങനെയാണ് അതിൻ്റെ അഡ്മിഷൻ. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഓണേഴ്സ് വിത്ത് റിസർച്ച്. ഇനി ഓണേഴ്സ് ബിരുദമുണ്ട്. ഓണേഴ്സ് ബിരുദവും നമുക്ക് ഈ പറഞ്ഞ പോലെ 3.5 വർഷം കൊണ്ട് കുട്ടിക്ക് എടുക്കാം. അവിടെയും കുട്ടിക്ക് പ്രൊജക്റ്റ് ചെയ്യാം. പ്രൊജക്റ്റ് ഇന്റേൺഷിപ്പായിട്ട് ചെയ്യാം. ഏതെങ്കിലും ഒരു തൊഴിൽ കേന്ദ്രമായിട്ടോ ഇൻഡസ്ട്രി ആയിട്ട് ബന്ധപ്പെട്ടോ. അത് വിവിധ സബ്ജക്റ്റുകൾക്ക് വ്യത്യസ്തമായിട്ട്. ഇപ്പോൾ മലയാളത്തിനാണെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രിയിൽ പോയിട്ട് കുട്ടിക്ക് ഇന്റേൺഷിപ്പ് പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടി കഴിയില്ല. ഏതെങ്കിലും ഒരു താലൂക്ക് ലൈബ്രറി ആയിരിക്കും, അല്ലെങ്കിൽ ആ ലൈബ്രറി കൗൺസിലിൻ്റെ ഏതെങ്കിലും ഒരു വിജ്ഞാന കേന്ദ്രമായിരിക്കും. അപ്പോൾ അല്ലെങ്കിൽ ഈ ഹിസ്റ്ററിക്കാണെങ്കിൽ ചിലപ്പോൾ ഏതെങ്കിലും ഒരു ആർക്കൈവൽ ഒരു സെൻറ്റർ ആയിരിക്കും. ഇങ്ങനെയൊക്കെ ആയിരിക്കും അതിൻ്റെ സെൻറ്റർ വരിക. അപ്പോൾ ഇൻറ്റേൺഷിപ്പായിട്ട് പ്രൊജക്റ്റ് ചെയ്യാം ഈ ഓണേഴ്സ് ബിരുദം എടുക്കുന്ന കുട്ടിക്ക്. ഇനി ഓണേഴ്സ് ബിരുദം എടുക്കുന്ന കുട്ടിക്ക് 1 ഇയർ കൊണ്ട് PG ചെയ്യാം. 1 ഇയർ മതി. അപ്പോഴും നമ്മൾ ഈ പറഞ്ഞ പോലെ 3+2 നേരത്തെ അത് 3.5 വർഷമാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ തന്നെ അവിടെയും. അപ്പോൾ കുട്ടിയെ മിടുക്കരായിട്ട് കുട്ടികൾക്ക് സമയം ലാഭം വരുന്നുള്ള സമയം വരും. അപ്പോൾ ഓണേഴ്സ് ബിരുദം എടുത്തു കഴിഞ്ഞാൽ 1 ഇയർ മതി PGക്ക്. അതിന് സർവകലാശാലകൾ അതിൻ്റെ എല്ലാ തരത്തിലുള്ള നിയമങ്ങളിലും മാറ്റം വരുത്തിയിട്ടുണ്ട്. ലേറ്ററൽ എൻട്രി വഴി കുട്ടിക്ക് 1 ഇയർ കൊണ്ട് PG ചെയ്യാം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കൂടുതൽ കഴിവുള്ളവർക്ക് പെട്ടെന്ന് സമയം ലാഭിക്കാൻ ഹാർഡ് വർക്ക് ചെയ്ത് സമയം ആവശ്യമാണെന്നുള്ളവർക്ക് കുറച്ചുകൂടി സാവകാശം കിട്ടും. അപ്പോൾ ഇതിനകത്ത് ഇതാണ് പ്രധാനപ്പെട്ടത്. അപ്പോൾ ഈ ഇപ്പുറത്ത് നമ്മൾ പറഞ്ഞതുപോലെ ഇനി ഇതിനൊരു പാത്വേ നമ്മൾ നേരത്തെ പറഞ്ഞു 3 കൊല്ലം കൊണ്ടുള്ള ബിരുദം അത് ഇപ്പോഴും ഉണ്ട്. അവർക്ക് വേണമെങ്കിൽ 2.5 വർഷം കൊണ്ട് എടുക്കാം. അത് നമ്മൾ ഈ പറഞ്ഞ പോലെ 133 ക്രെഡിറ്റ് അച്ചീവ് ചെയ്താൽ മതി. അപ്പോൾ നിലനിൽക്കുന്ന PG സമ്പ്രദായം തുടരുകയും ചെയ്യും. ഇവർക്ക് വേണമെങ്കിൽ അതിനകത്ത് ജോയിൻ ചെയ്യാം. അല്ലെ 3 കൊല്ലം കഴിഞ്ഞിട്ട് കുട്ടി എക്സിറ്റ് ചെയ്തു, തിരിച്ചു വന്നിട്ട് ജോയിൻ ചെയ്തുകൊണ്ട് ഈ പ്രോഗ്രാം തന്നെ കണ്ടിന്യൂ ചെയ്യാനുള്ള അവസരവും ഉണ്ട്. ഇതാണ് ഒരു സെന്റർ. നമുക്ക് നേരത്തെ ആണെങ്കിൽ ഒരു കോളേജിൽ നിന്ന് കോളേജിലേക്കുള്ള മാറ്റമൊക്കെ ഇപ്പം അങ്ങനെയില്ല. കോളേജിൽ നിന്ന് കോളേജിലേക്കുള്ള മാറ്റം, യൂണിവേഴ്സിറ്റിയിൽ നിന്ന് യൂണിവേഴ്സിറ്റിയിലേക്കുള്ള മാറ്റം, പഠനം നിർത്തിപ്പോയി. അങ്ങനെ സാധ്യതയുണ്ടല്ലോ സാർ, പഠനം നിർത്തിപ്പോയി. ഈ കുട്ടിക്ക് തിരിച്ചു വന്ന് 7 കൊല്ലത്തിനുള്ളിൽ കുട്ടിയുടെ ഈ പഠനം കുട്ടിക്ക് കംപ്ലീറ്റ് ചെയ്യാം. അത് വലിയൊരു ഡിഗ്രി. അപ്പം അത്തരത്തിൽ വളരെ അത് ലേണർ ഓറിയന്റഡ് ആയിട്ട് ദാൻ ടീച്ചിങ്. അപ്പോൾ ഇതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. കുട്ടിക്കുള്ള ഒരു ഓട്ടോണമി, കുട്ടിക്കുള്ള ഫ്ലെക്സിബിലിറ്റി, അത് പ്രധാനപ്പെട്ടതാണ്. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ ബിരുദ കോഴ്സ്, അപ്പം നേരത്തെ ഇപ്പോൾ ഹിസ്റ്ററിക്ക് ചേർന്നൊരു കുട്ടിയാണെങ്കിൽ BA ഹിസ്റ്ററിയുടെ കുട്ടിയുടെ കോംപ്ലിമെൻ്ററി എന്ന് പറഞ്ഞാൽ ഫിക്സ്ഡ് ആണ്. അവിടെ നേരെ എക്കണോമിക്സ് പഠിക്കാൻ വേണ്ടി പോകണം, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സയൻസ് പഠിക്കാൻ വേണ്ടി പോകണം. ഇപ്പം കുട്ടി ചേരുന്നത് BA മേജറാണ്, ഹിസ്റ്ററി മേജറാണ്. ഇവിടെ കുട്ടിയുടെ മൈനർ കുട്ടിക്ക് ചൂസ് ചെയ്യാം.
അങ്ങനെ ഒരു ഓപ്ഷൻ കൂടി ഉണ്ട്. അങ്ങനെ ഫ്ലെക്സിബിലിറ്റിയാ. കുട്ടിക്ക് വേണമെങ്കിൽ ഹിസ്റ്ററിയിൽ ജോയിൻ ചെയ്തുകൊണ്ട് മൈനർ ചെന്നിട്ട് ഇംഗ്ലീഷിൽ നിന്ന് എടുക്കാം. കുട്ടിക്ക് വേണമെങ്കിൽ ആ മൈനർ ചെന്നിട്ട് പൊളിറ്റിക്കൽ സയൻസിൽ നിന്ന് എടുക്കാം, അല്ലെങ്കിൽ നേരെ സയൻസിന്റെ ഒരു വിഷയത്തിൽ നിന്ന് എടുക്കാം. ഫിസിക്സ് പഠിക്കുന്ന കുട്ടിക്ക് വേണമെങ്കിൽ കൂടെ സംഗീതം പഠിക്കാം. ഏത് സബ്ജക്ട് വേണ്ടി ചൂസ് ചെയ്യാം. അതായത് മേജർ ചൂസ് ചെയ്തതിന് ശേഷം ആ കുട്ടിയുടെ മൈനർ കുട്ടിക്ക് തിരഞ്ഞെടുക്കാനുള്ള മേജർ കുട്ടി തന്നെയാണല്ലോ നേരത്തെ എടുക്കുന്നത്. മേജറിലേക്കാണ് അഡ്മിഷൻ. ഇതിൽ ബേസിക്കലി ഒരു പ്രോബ്ലം വരുന്നത് ഒരു വിഭാഗം കുട്ടികൾ എപ്പോഴും ഫോഴ്സ്ഫുള്ളി ആണ് പല കോഴ്സ് അത് പാരന്റ്സിന്റെ താല്പര്യത്തിന് അല്ലെങ്കിൽ മറ്റുള്ളവർ പറഞ്ഞിട്ടുള്ള ഒരു അറിവില് ഇങ്ങനെയാണ്. അപ്പൊ അവരുടെ ശരിക്കും പാഷൻ വേറെ ആയിരിക്കും. പക്ഷെ ഇവിടെ വരുമ്പോ എന്ന് പറഞ്ഞാൽ ഒരു പാഷനും കൂടി ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലേക്ക് ഒരു പരിധി വരെ കൊണ്ടുപോകാൻ പറ്റും അല്ലേ? അതാണ് ഒരു ചൂസ് ചെയ്യാൻ പറ്റുക. സാറേ അപ്പൊ ഇപ്പൊ ഒരു മേജർ വിഷയം എടുത്തു, കുട്ടിക്ക് സിംഗിൾ മേജറിൽ ഡിഗ്രി എടുക്കാം, ഒറ്റ വിഷയത്തിൽ ഡിഗ്രി എടുക്കാം. അപ്പൊ അതിന് 50% ക്രെഡിറ്റ് ആ മേജറിൽ കിട്ടണം. ബാക്കി മറ്റ് മൈനർ വിഷയങ്ങൾ കുട്ടിക്ക് തിരഞ്ഞെടുക്കാം. ഈ മൈനർ വിഷയങ്ങളൊക്കെ തന്നെ എന്ന് വെച്ചാൽ പിന്നെ 3 വർഷമാണെങ്കിൽ 6 എണ്ണാണ്, 4 ക്രെഡിറ്റ് വെച്ച് മൊത്തം 24 ക്രെഡിറ്റ്. ഈ കുട്ടി വിചാരിക്കണം എനിക്ക് ഒരു വിഷയത്തിനകത്ത് മേജറും ഒറ്റ വിഷയത്തിനകത്ത് മൈനറും. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ 24 ക്രെഡിറ്റ് കുട്ടിക്ക് ഈ മേജറിന്റെ ഒപ്പം എടുക്കാം. അപ്പോൾ നേരത്തെ നമ്മുടെ കോംപ്ലിമെന്ററിയുടെ ഒപ്പം നമുക്ക് ഡിഗ്രി അവാർഡ് ചെയ്യുമ്പോൾ കോംപ്ലിമെന്ററിയുടെ പേര് വെക്കൂല സാർ. ഇപ്പൊ പറയുകയാണെങ്കിൽ ഇപ്പൊ മേജറിന്റെ ഒപ്പം കുട്ടി എടുക്കുന്ന സിംഗിൾ മൈനറിന്റെ പേരും കൂടി ഇതിന്റെ ഒപ്പം ആഡ് ചെയ്യപ്പെടും. ഇനിയിപ്പോ കുട്ടിക്ക് മേജറിന്റെ ഒപ്പം 2 മൈനർ, മൾട്ടി ഡിസിപ്ലിനറി. അപ്പോൾ ഇപ്പൊ ഫിസിക്സ് എടുത്തു, കെമിസ്ട്രി അതുപോലെ മാത്തമാറ്റിക്സും, അത് 2 മൈനറായിട്ട് കുട്ടിക്ക് ഈ ഡിഗ്രി പിന്നെ സർട്ടിഫിക്കറ്റിന്റെ ഒപ്പം തന്നെ കൃത്യമായിട്ട് രേഖപ്പെടുത്താം. അവിടെയുള്ള പ്രധാനപ്പെട്ട കാര്യം ഈ കുട്ടിക്ക് ഈ മേജർ വിഷയത്തിനകത്തോ മൈനർ വിഷയത്തിനകത്തോ ഉന്നത പഠനത്തിന് പോകാം. അപ്പോൾ അതെ സിംഗിൾ മേജർ, അപ്പൊ മേജർ അല്ലെങ്കിൽ മേജർ വിത്ത് മൈനർ, മൾട്ടി ഡിസിപ്ലിനറി, ഇന്റർ ഡിസിപ്ലിനറി. ഇപ്പൊ എക്കണോമെട്രിക്സ് എന്നുള്ള ഒരു കോഴ്സ്, അതിനകത്ത് കുട്ടിക്ക് ഈ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാം. അപ്പൊ ഇന്റർ ഡിസിപ്ലിനറി ഏരിയ ആണ്. ഇനി കുട്ടിക്ക് ഡബിൾ മേജറിൽ വേണമെങ്കിൽ എടുക്കാം. ഡബിൾ മേജർ. അപ്പൊ ഒരു വിഷയത്തിനകത്ത് 50% ക്രെഡിറ്റ് എടുക്കുക. അതിന് തൊട്ട് താഴെ വരുന്ന മേജറിൽ 40%. അങ്ങനെ വരുന്ന സമയത്ത് കുട്ടിക്ക് ഡബിൾ മേജറിൽ ഡിഗ്രി അവാർഡ് ചെയ്യാണ്. വെരി ഗുഡ്. ഇത്രയും അവസരങ്ങളിലൂടെ ഉണ്ടാവാണ് ശരിക്കും. ഇപ്പൊ ഇതിപ്പോ കുട്ടി ചൂസ് ചെയ്യുന്ന. പിന്നെ സാറ് ഫ്ലെക്സിബിലിറ്റിയെ കുറിച്ച് പറഞ്ഞ സമയത്ത് സെക്കൻഡ് ഇയറിന്റെ അവസാനം കുട്ടി എടുത്ത മേജർ വിഷയം, ഇപ്പൊ ഞാൻ പറഞ്ഞത് ഇപ്പൊ കുട്ടി ഇനി സ്റ്റാറ്റിസ്റ്റിക്സോ അല്ലെങ്കിൽ മാത്തമാറ്റിക്സോ, ഇനി എൻ്റെ വിഷയം ഹിസ്റ്ററിയാ, ഇതെടുത്തു മേജർ വിഷയം. അപ്പോൾ കുട്ടി 2 മൈനർ വിഷയം എടുത്തിട്ടുണ്ട്. കുട്ടി വിചാരിക്കണം ഈ മേജർ വിഷയം എനിക്ക് എൻ്റെ ഈ മൈനർ വിഷയങ്ങളിലേക്ക് ഏതെങ്കിലും എൻ്റെ മേജർ മാറ്റണം. അങ്ങനെയാണെങ്കിൽ കുട്ടിക്ക് ഈ 2ാമത്തെ വർഷത്തിൻ്റെ അവസാനം 3ാമത്തെ സെമസ്റ്റർ തുടങ്ങുന്ന സമയത്ത് താൻ എടുത്തിട്ടുള്ള മൈനറിലേക്ക് തൻ്റെ മേജർ സ്വിച്ച് ഓവർ ചെയ്യാം. ഇതെല്ലാം തന്നെ ഈ ഒരു 4 ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമിൻ്റെ നോവൽറ്റിയാണ്, ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. മറ്റൊരു കോമ്പണൻറ്റ് നമ്മൾ ഇതിനകത്ത് പരിചയപ്പെടേണ്ടത് ഫൗണ്ടേഷൻ കോഴ്സ് എന്ന് പറയുന്നത്, ഫൗണ്ടേഷൻ കമ്പോണൻറ്റ്. അപ്പോൾ ഫൗണ്ടേഷൻ കമ്പോണൻറ്റ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും അത് ഇതിൻ്റെ ഒരു പ്രധാന മാൻഡേറ്ററി ആണ് കേട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ ലാംഗ്വേജ് കോഴ്സ് എന്ന് പറയുന്നത് AEC-നെയാണ്. ഇപ്പോൾ സാറ് ലാംഗ്വേജുമായിട്ട് ബന്ധപ്പെട്ട AEC, ഈ എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കോഴ്സ് എന്നാണ് ഇനി ലാംഗ്വേജ് അറിയപ്പെടുക. അപ്പോൾ അതിനകത്ത് ഇംഗ്ലീഷും ഉണ്ട്, അതർ ലാംഗ്വേജും ഉണ്ട്. അപ്പോൾ ഇംഗ്ലീഷ് കുട്ടി എന്തായാലും ചൂസ് ചെയ്യണമല്ലോ, ഇംഗ്ലീഷാണ്. അതിൻ്റെ ഒപ്പമുള്ള അതർ ലാംഗ്വേജ് എന്താണ് എന്നുള്ളത് കുട്ടി ഇപ്പോൾ ഇംഗ്ലീഷാണോ അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അത് വിവിധ കുട്ടിക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ അതർ ലാംഗ്വേജ് ഈ 2 കോഴ്സുകളും കൂടിയിട്ട് ഇപ്പോൾ ഇംഗ്ലീഷിലാണെങ്കിലും 2 കോഴ്സ്, അതർ ലാംഗ്വേജിലാണെങ്കിൽ 2 കോഴ്സ്. അപ്പോൾ ഇതിനകത്ത് 4 കോഴ്സിലും കൂടിയിട്ട് കുട്ടിക്ക് 12 ക്രെഡിറ്റ്, നമ്മൾ നേരത്തെ ക്രെഡിറ്റ് പറഞ്ഞു 12 ക്രെഡിറ്റ്. ഇനി മറ്റൊരു കാര്യം, അപ്പോൾ AEC എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കോഴ്സ്, ഇനി ലാംഗ്വേജ് എന്ന് പറയുന്നത് ആ രീതിയില്ല. ഇനി ഇതിൻ്റെ കൂടെ തന്നെ SCC സ്കിൽ എൻഹാൻസ്മെൻറ്റ് കോഴ്സ്. നമ്മൾ നേരത്തെ ആദ്യം സ്കിൽ എൻഹാൻസ്മെൻറ്റ് കോഴ്സ്, നൈപുണ്യ പരിശീലനം. അപ്പോൾ ഈ സ്കില്ലിനെ കുറിച്ച് തന്നെ പറയുന്ന നമ്മുടെ ഈ മോഡൽ കരിക്കുലത്തിനകത്ത് തന്നെ പറയുന്നുണ്ട് ഈ 21st സെഞ്ചുറി, സാർ ഈ മേഖലയിൽ വർക്ക് ചെയ്ത് 21st സെഞ്ചുറിയിലെ സ്കില്ലായിട്ട് പറയുന്നത് 4 C ആണ്. 4 C, ABC 4 C. അപ്പോൾ ഒന്ന് കുട്ടി ക്രിയേറ്റിവിറ്റി, മറ്റൊന്ന് ക്രിട്ടിക്കൽ തിങ്കിങ്, മറ്റൊന്ന് കമ്മ്യൂണിക്കേഷൻ, ഏറ്റവും പ്രധാനം ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ഏറ്റവും പ്രധാനം, മറ്റൊന്ന് കൊളാബറേഷൻ. അപ്പോൾ SCCയിൽ ഈ സ്കില്ല് കുട്ടീനെ വർദ്ധിപ്പിക്കാൻ. അപ്പോൾ ഏത് കോഴ്സ്, ഇപ്പം ഞാൻ പറഞ്ഞ ഹിസ്റ്ററിയിൽ കുട്ടി കോഴ്സ് എടുത്തു, മറ്റൊരു കോഴ്സിൻ്റെ SCC കുട്ടിക്ക് പോയിട്ട് എടുക്കാം, അല്ലെങ്കിൽ ഇംഗ്ലീഷിലെടുത്തു വേറെ SCC എടുക്കാം, ഈ രീതിയിലേക്ക്. മറ്റൊന്ന് MDC മൾട്ടി ഡിസിപ്ലിനറി കോഴ്സ്, അതുപോലെ തന്നെ നമ്മുടെ കേരള വിജ്ഞാനി അടക്കമുള്ള വിവിധ കാര്യങ്ങൾ മൾട്ടി ഡിസിപ്ലിനറി കോഴ്സ്.
കോഴ്സ്. ഇതും ഇതുപോലെ തന്നെ കുട്ടിക്ക് ചോയ്സാ. ഈ ഒരു കോഴ്സിൽ നിന്നുകൊണ്ട് മറ്റു കോഴ്സിന്റെ MDC കുട്ടിക്ക് തിരഞ്ഞെടുക്കാം. ആ ചോയ്സ് ഉണ്ട്. ഇനിയും പിന്നെ ഉള്ളത് വാല്യൂ ആഡഡ് കോഴ്സ്, VAC എന്ന് പറയും. ഇതിനെല്ലാം തന്നെ നമ്മൾ വിളിക്കുന്നത് ഫൗണ്ടേഷൻ കോഴ്സ് എന്നാണ്. അത് 39 ക്രെഡിറ്റിന്റെ ഫൗണ്ടേഷൻ കോഴ്സാണ്. 30 ഏതാണ്ട് 30% വരും. 30%. ഈ 30% വരുന്ന ഈ ഫൗണ്ടേഷൻ കോഴ്സ്, ലാംഗ്വേജ് ഉൾപ്പെടെയുള്ള ഈ കോഴ്സ് ഈ നമ്മളുടെ ഇപ്പോഴത്തെ ഈ 4 year ഡിഗ്രിയുടെ, അതിപ്പോൾ 3 വർഷം പഠിക്കുന്ന സമയത്തായാലും നമ്മുടെ ഈ ഓണേഴ്സ് ഡിഗ്രി അതിനകത്ത്, കാരണം അപ്പുറത്തേക്ക് വരുന്ന സമയത്തില്ല, ഇതിന്റെ ഈ 3 year കൊണ്ട് തന്നെ 4ാമത്തെ സെമസ്റ്റർ കൊണ്ട് തന്നെ മിക്കവാറും കംപ്ലീറ്റ് ചെയ്യപ്പെടും. അപ്പോൾ അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ്. അത് മാൻഡേറ്ററി ആണ്. ഇതിനകത്തുള്ള 39 ക്രെഡിറ്റ് നമ്മൾ നേരത്തെ 133 എടുത്താലും 4 വർഷത്തിലേക്ക് പോകുന്ന സമയത്ത് 177 എടുത്താലും ഈ 39 ക്രെഡിറ്റ് എന്ന് പറയുന്നത് മാൻഡേറ്ററി ആണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിറങ്ങുമ്പോൾ ശരിക്കും ഒരു സാധാരണ എല്ലാവരും 3 വർഷത്തെ കോഴ്സ് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള ആക്ടിവിറ്റീസ് എല്ലാം പഠിക്കാൻ പോകുന്നത്. പക്ഷെ ഈ 4 വർഷത്തിനുള്ളിൽ ഈ പറയുന്ന കോഴ്സുകളെല്ലാം ക്ലിയർ എല്ലാ തരത്തിലും സ്പെഷ്യലൈസ് ചെയ്യുക. വ്യക്തമായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നവരാണെങ്കിൽ 4 yearsനുള്ളിൽ വേറൊരു പ്രൊഫഷണൽ ആയിട്ട് മാറാം. ശരിക്കും കൃത്യമായിട്ട് കുട്ടിയെ സംബന്ധിച്ച് വളരെ കൃത്യമായിട്ട് കുട്ടിയുടെ ചോയ്സിനനുസരിച്ചിട്ടോ കുട്ടിയുടെ ടേസ്റ്റിനനുസരിച്ചുള്ള ചോയ്സ് ഇവിടെയുണ്ട്. നമ്മൾ ഇതിനെ വിളിക്കുന്നത് സാറ് പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മൾ യൂണിവേഴ്സിറ്റി ബാസ്ക്കറ്റിലെ കോഴ്സുകൾ നമ്മുടെ കോളേജുകൾ തിരഞ്ഞെടുക്കുകയാണ്. കോളേജുകൾ ഈ കോഴ്സ് തങ്ങളുടെ കോളേജിന് അനുയോജ്യമായിട്ടുള്ള കോഴ്സുകൾ തിരഞ്ഞെടുക്കുക. ഇവിടെ ഈ കുട്ടി അഡ്മിഷൻ സമയത്ത് വന്നിട്ട് കൃത്യമായിട്ട് കുട്ടി ഒരു മേജർ വിഷയം തിരഞ്ഞെടുത്തിട്ടുണ്ടോ, മറ്റ് മൈനർ വിഷയങ്ങളൊക്കെ കുട്ടി ആ കോളേജുകളിൽ നിന്ന് ഇങ്ങനെ പിക്ക് ചെയ്ത് എടുക്കുക. അപ്പോൾ കുട്ടിയുടെ ടേസ്റ്റ് ഏറ്റവും പ്രധാനപ്പെട്ടത്, ഫ്ലെക്സിബിലിറ്റി ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ആ രീതിയിൽ കുട്ടിക്ക് കൃത്യമായിട്ട്, പിന്നെ സാറിപ്പോൾ പറഞ്ഞ പോലെ എലക്റ്റീവ് എന്നുള്ളൊരു വാക്ക് സാറേ, അതും ചെയ്യാം. നേരത്തെ നമുക്കൊരു എലക്റ്റീവ് കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് ഇയറിലുള്ള ഒറ്റ എലക്റ്റീവ് കോഴ്സ്. ഇപ്പോഴങ്ങനെയല്ല, 3ാമത്തെ സെമസ്റ്റർ തൊട്ട് കുട്ടിക്ക് എലക്റ്റീവ് കോഴ്സ് എടുക്കാം. കുട്ടിക്ക് ആ സ്പെഷ്യലൈസേഷനിലേക്ക് വരികയാണ്. അപ്പൊ 4 കോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ കൊമേഴ്സ്, അതിന്റെ കൂടെ ഇപ്പൊ ടാക്സേഷൻ, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, ഇതിനകത്ത് കൃത്യമായിട്ട് കുട്ടിക്ക് സ്പെഷ്യലൈസ് ചെയ്യാം. ഹിസ്റ്ററി ആണെങ്കിൽ ആർക്കിയോളജിയിലും മ്യൂസിയോളജിയിലും സ്പെഷ്യലൈസ് ചെയ്യാം. അപ്പൊ ഈ സ്പെഷ്യലൈസേഷൻ നമ്മുടെ ഇതിന്റെ ഭാഗവുമാണ്, ഡിഗ്രിയുടെ ഭാഗമാവാ. അപ്പൊ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഫ്യൂച്ചർ ഡിഗ്രിയിൽ നിൽക്കുന്ന സമയത്ത് തന്നെ സ്കിൽ ഓറിയന്റഡ് ആയിട്ട് തങ്ങൾ ചില ഏരിയയിൽ സ്പെഷ്യലൈസ് ചെയ്തുകൊണ്ട്, ഓണേഴ്സ് വിത്ത് റിസർച്ചിലേക്ക് വരുന്ന സമയത്ത് റിസർച്ചിൽ സ്പെഷ്യലൈസ് ചെയ്തുകൊണ്ട്, ഓണേഴ്സ് ബിരുദത്തിൽ വരുന്ന സമയത്ത് ഓണേഴ്സ് ബിരുദത്തിൽ മറ്റൊരു കാര്യം കൂടിയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി കുട്ടിക്ക് ഒരു പ്രൊജക്റ്റ് വേണ്ട, അപ്പോൾ അവിടെ 3 കോഴ്സ് എടുത്തുകൊണ്ട് കുട്ടിക്ക് ആഴത്തിൽ പഠിക്കാൻ പറ്റും. ആ രീതിയിലും കുട്ടിക്ക് പോകാം. ഇതിൽ എൻ്റെ ഒരു കൺഫ്യൂഷൻ, സാർ കുറേ പറഞ്ഞു, കുറേ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒരു വിദ്യാഭ്യാസ സിസ്റ്റം സംഘടിപ്പിക്കുമ്പോൾ ഇതിലൊരു വിഷൻ ഉണ്ടാവും. ഈ പഠിക്കുന്ന സമയത്ത് മാത്രമല്ലല്ലോ, ഇപ്പൊ സൊസൈറ്റിയാണ് ചേഞ്ച് ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ ഈ യൂണിവേഴ്സിറ്റികളിലുള്ള മാറ്റം ശരിക്കും പറഞ്ഞാൽ അപ്രോക്സിമേറ്റ് ഒരു 15 years കഴിയുമ്പോൾ സൊസൈറ്റിയിൽ വലിയൊരു മാറ്റമായിട്ട് മാറണം ശരിക്കും പറഞ്ഞാൽ. അപ്പൊ എന്താണ് നമ്മൾ ഇതുകൊണ്ട് കാണുന്ന വിഷൻ? ഒരു ലോങ് വിഷൻ ആയിരിക്കുമല്ലോ. എന്താണത്? കേരളത്തിൽ ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളിപ്പോൾ കരിക്കുലം എന്നുള്ളൊരു വാക്ക്, നേരത്തെ കരിക്കുലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണ് കരിക്കുലം എന്ന് വെച്ചാൽ. തീർച്ചയായിട്ടും ഒരു കരിക്കുലം. അപ്പോൾ നമുക്ക് നേരത്തെ സിലബസ് ഉള്ളൂ, ഇപ്പം അങ്ങനെയല്ല. നമ്മൾ സിലബിയിൽ നിന്ന് മാറ്റിയിട്ട് ഒരു പാഠ്യപദ്ധതിയെ ബേസ് ചെയ്യാണ്. അപ്പോൾ പബ്ലിക്കിന് മുഴുവൻ ആക്സസ് ഉള്ള ഒരു കരിക്കുലം നമ്മുടെ ഈ കമ്മിറ്റി റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ സർവകലാശാലകൾക്കൊന്നും, ശാന്തിമേനോൻ കമ്മിറ്റിയിൽ പറയുന്ന നമ്മുടെ സർവകലാശാലകൾക്ക് അങ്ങനെ ഒരു കരിക്കുലം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അൺഫോർച്ചുനേറ്റ്ലി നോ. ഇപ്പം നമ്മളൊരു കരിക്കുലം വരികയാണ് ശാന്തിമേനോൻ, വളരെ സീരിയസ് ആയിട്ട് പറയാം. അപ്പോൾ ഈ കരിക്കുലം എന്ന് പറയുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം സാമൂഹ്യപരമായിട്ട്, രാഷ്ട്രീയപരമായിട്ട്, സാംസ്കാരികപരമായിട്ട്, സാമ്പത്തികപരമായിട്ട് എല്ലാ മേഖലയിലും ഒരു കുട്ടീനെ മാസ്റ്റർ ആകുന്ന ഒരു പ്രോസസ്സിന്റെ പേരാണ് കരിക്കുലം. തീർച്ചയായും ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ പ്രതികരണശേഷിയുള്ള തലമുറ ഇല്ലെന്നുള്ളതാണ് മറ്റൊരു കാര്യം, അല്ലേ? അപ്പൊ എനിക്ക് തോന്നുന്നു ഈ ഒരു സിസ്റ്റത്തിലൂടെ പ്രതികരണശേഷിയുള്ള, അല്ലെങ്കിൽ പ്രതികരണശേഷി എന്ന് പറഞ്ഞാൽ പ്രതികരിക്കുകയല്ല, കാര്യങ്ങളെ കുറിച്ച് ഇപ്പൊ പലരോടും പൊളിറ്റിക്സ് എന്താണെന്ന് വെച്ചാൽ അറിയില്ല. നമ്മുടെ മിനിസ്റ്റേഴ്സ് ആരെന്ന് വെച്ചാൽ അറിയില്ലാത്തൊരവസ്ഥയാണ് നമ്മുടെ വിദ്യാർത്ഥികൾക്കുള്ളത്. എല്ലാവർക്കും അല്ല ഞാൻ പറയുന്നത്.
അപ്പൊ ആ തരത്തില് ഒരു പൊളിറ്റിക്കലി അല്ലെങ്കിൽ ഫിനാൻഷ്യലി സോഷ്യലി വളരെയധികം ബോധ്യമുള്ള ഒരു നോളജ് സൊസൈറ്റി ആയിട്ട്, ഒരു വിജ്ഞാന സമൂഹമായിട്ട്, വളരെ സൊസൈറ്റിയുമായിട്ട് കൃത്യമായിട്ട് ബന്ധം പുലർത്തുന്ന ക്യാമ്പസുകൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒന്നും ഒരു അടഞ്ഞു കിടക്കുന്ന ഒരു സ്ഥലമല്ല. നമ്മുടെ ക്യാമ്പസുകൾ ഇപ്പം നമ്മുടെ വിദ്യാർത്ഥികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തിനകത്തൊക്കെ കൃത്യമായിട്ട് ഇന്ററാക്ട് ചെയ്തിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് നമ്മുടെ വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഈ കരിക്കുലം എടുത്ത് നോക്കിയാൽ അറിയാം, NSS, നമ്മുടെ NSS പ്രോഗ്രാം, ഇപ്പൊ അതുപോലെ തന്നെ NCC, അല്ലെങ്കിൽ ഇനിയും ഫിസിക്കൽ എഡ്യൂക്കേഷന്റെ പ്രോഗ്രാം, ഇതിനകത്തൊക്കെ കുട്ടിക്ക് ഇനി ക്രെഡിറ്റ് കൊടുക്കുകയാണ്. കുട്ടിയുടെ യൂണിയൻ ആക്ടിവിറ്റീസ് ക്രെഡിറ്റിന്റെ ഭാഗമാക്കാം. അപ്പൊ അതിനെല്ലാം കൃത്യമായ സ്ലോട്ട് ഉണ്ട്, ഇതിനകത്ത് സമയമുണ്ട്. നേരത്തെ നമുക്ക് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ CBCSS പ്രധാനമായിട്ടും ഈ പിന്നെ കുട്ടികളുടെ ഇപ്പോൾ 2013 ഇത് പരിഷ്കരിക്കാനുള്ള ശ്രമം നടന്നത്. അത് ഹൃദയകുമാരി കമ്മിറ്റി റിപ്പോർട്ടാണ്. പക്ഷെ അതിനകത്ത് കാര്യമായ പരിഷ്കരണമൊന്നും നടന്നില്ല. ഒരു ഡയറക്റ്റ് ഗ്രേഡിംഗ് സിസ്റ്റം ഒരു ഇൻഡയറക്റ്റ് ഗ്രേഡിംഗ് സിസ്റ്റത്തിലേക്ക് മാറ്റി. കുട്ടികൾക്ക് അത്ര ഫ്രണ്ട്ലി ആയിരുന്നില്ല. ഞാനത് ഓപ്പണായിട്ട് സ്വയം വിമർശനപരമായിട്ട് പറയാണ്, ഞാൻ ആ മേഖലയിൽ നിന്നൊരാളാണ്. പക്ഷെ ഈ സിസ്റ്റത്തിൽ നമ്മൾ നോക്കി കാണുമ്പോഴേക്കും അതെല്ലാം കൃത്യമായിട്ട് പരീക്ഷ നടക്കുന്നു. കൃത്യമായിട്ട് കുട്ടിക്കുള്ള കുട്ടിയുടെ ക്രിയേറ്റിവിറ്റി ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അവർക്ക് അതിനുള്ള സമയം ഉണ്ടാകണം. അവരുടെ യൂണിയൻ ആക്ടിവിറ്റീസ് നടക്കണം. NSSുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ വർക്കുകൾ അത് നടക്കണം. അവരുടെ സ്പോർട്സ് ആക്ടിവിറ്റി, ഇതെല്ലാം തന്നെ കൃത്യമായിട്ട് ഈ കരിക്കുലത്തിനകത്ത് ഉണ്ടെന്നുള്ളതാണ്. അപ്പൊ എൻറ്റയർലി ഒരു കരിക്കുലത്തിനെ കൃത്യമായിട്ട് ബേസ് ചെയ്തുകൊണ്ട് ഒരു കുട്ടിയുടെ എല്ലാ തരത്തിലുള്ള വളർച്ചയും അതുവഴി കേരളത്തിന്റെ ഒരു കൃത്യമായ ഒരു വൈജ്ഞാനിക സമൂഹമായിട്ട് കേരളത്തിനെ പരിവർത്തനം ചെയ്യിക്കുക എന്നുള്ളതാണ്. പേഴ്സണലായിട്ട് പറഞ്ഞാൽ സാറിൻ്റെതായിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് എന്താണ് ശരിക്കും ഇതിൽ വരുന്നത്? ഞാനിതിൻ്റെ കരിക്കുലം കമ്മിറ്റിയുടെ കൺവീനറായിരുന്നു കേരള സർവകലാശാലയിൽ. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളൊരു 21 അംഗ കമ്മിറ്റി ഉണ്ടായിരുന്നു. അതിൽ അവരുടെ എല്ലാവരുടെയും കൃത്യമായിട്ടുള്ള പിന്നെ സജഷൻസ് കമ്മിറ്റി കൃത്യമായിട്ട് കൂടി നമ്മൾ ആ കമ്മിറ്റി റിപ്പോർട്ട് സർവകലാശാലയ്ക്ക് കൊടുത്തു. പലതരത്തിൽ സർവകലാശാലയിൽ അക്കാദമിക് സമൂഹമായിട്ട് ഇതിൻ്റെ ചർച്ച നടത്തി. മെയ് 10 അക്കാദമിക് കൗൺസിൽ ഈ കരിക്കുലം റെഗുലേഷൻ അംഗീകരിച്ചു. ഇപ്പോൾ ഫസ്റ്റ് ഇയർ ചെയ്ത കുട്ടികളുണ്ട്, സെക്കൻഡ് ഇയർ ചെയ്ത കുട്ടികളുണ്ട്, തേർഡ് ഇയർ ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികളുണ്ട്. അപ്പൊ ഇവർക്ക് ഇപ്പോൾ വരുന്ന മാറ്റം ബാധകമാവോ? ഇപ്പോൾ ഫസ്റ്റ് ഇയർ ചെയ്യുന്ന സെക്കൻഡ് ഇയറിലെ കുട്ടികൾക്ക് ഇപ്പോഴത്തെ സിസ്റ്റം തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോവുക എന്നുള്ളതാണ്. തേർഡ് ഇയറിലെ കഴിഞ്ഞ കുട്ടികൾ അവർ അതിൻ്റെ ഡിഗ്രി ഇപ്പോൾ കിട്ടിക്കഴിഞ്ഞു. UGCയുടെ ഒരു പത്രവാർത്ത ഞാൻ ശ്രദ്ധിച്ചിരുന്നു. ഇപ്പോൾ ഫസ്റ്റ് ഇയർ കുട്ടികൾക്ക് വേണമെങ്കിൽ ഈ സിസ്റ്റം തിരഞ്ഞെടുക്കാം എന്ന രീതിയിൽ പത്രവാർത്ത ശ്രദ്ധിച്ചിരുന്നു. പക്ഷേ നമ്മുടെ സർവകലാശാലകൾ അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് തുടങ്ങിയിട്ടില്ല. അടുത്ത അധ്യയന വർഷം തുടങ്ങി അഡ്മിഷൻ എടുക്കുന്നവർക്കാണ് ഇത് അഡ്മിഷൻ എടുത്തുകൊണ്ടിരിക്കുക. അവർ ഇപ്പൊ എല്ലാ സർവകലാശാലയിലും അപേക്ഷ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അവർക്കാണ് ഇത് ബാധകമാവുന്നത്. ഈ ജൂലൈ 1 ക്ലാസ് തുടങ്ങുക. ജൂലൈ 1 തുടങ്ങുന്ന ക്ലാസ് 4 വർഷ ഡിഗ്രി ആയിരിക്കും. ഇത്രയും നമ്മള് എന്താ പറയാ പറഞ്ഞിട്ടും ആശങ്കയുള്ള പാരന്റ്സ് ഉണ്ടാവും, കുട്ടികളുണ്ടാവും. അവരോട് സാറിന് അവസാനമായിട്ട് എന്താണ് പറയാനുള്ളത്? ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം കുട്ടിയുടെ ഫ്രീഡം, കുട്ടിയുടെ ഫ്ലെക്സിബിലിറ്റി ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അത് ഉറപ്പുവരുത്തുന്ന ഒരു സംവിധാനമാണ് കേരളത്തിൽ തുടങ്ങാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് എല്ലാ തരത്തിലുമുള്ള അവരുടെ സബ്ജക്റ്റിനകത്ത് കോമ്പിറ്റൻസി ഉണ്ടാക്കുന്നു, അവർക്ക് തൊഴിൽ പരിശീലനം കിട്ടുന്നു, അവർക്ക് കൃത്യമായിട്ട് അവരുടെ ഒരു ഭാവി കെട്ടിപ്പടുക്കാൻ വേണ്ടി കഴിയും. അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് വരിക എന്നുള്ളതാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്. അപ്പൊ ഇത്രയും നേരം വിദ്യാഭ്യാസ മേഖലകളിൽ വലിയൊരു മാറ്റമാണ് ഈ അടുത്ത ജൂലൈ തുടങ്ങി വരാൻ പോകുന്നത്. എല്ലാ വിദ്യാർത്ഥികൾക്കും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവട്ടെ, നമ്മുടെ സൊസൈറ്റി മാറട്ടെ. അതിനോടൊപ്പം ഇത്രയും വിലയേറിയ അറിവ് നമ്മളോട് ഷെയർ ചെയ്ത് സാറിനോട് ഹൃദയം നിറഞ്ഞ നന്ദി പറയാണ്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.